കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് അപ്പം ഞാനും ഇക്കയും കൂടിയാണ് എടുത്തത്. അപ്പം എൻ്റെ ആവശ്യത്തിന്, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എടുത്ത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇക്ക ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ അത് ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ അത് അടക്കും? കുടുംബശ്രീ ലോൺ ഞാൻ എങ്ങനെ അടക്കും? ഇപ്പോൾ ലോൺ എടുത്തവരൊക്കെ നമ്മളെ മാക്സിമം ഒരു കുടുംബത്തിൽ ഇപ്പോൾ കൂട്ടുകുടുംബം അണുകുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്, 8ഉം 10ഉം ഒരു 2ഉം 3ഉം ഫാമിലിയൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ എന്താ വെച്ചാൽ എല്ലാവരും പോയിട്ട് ആകെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ഏട്ടൻ അല്ലെങ്കിൽ ഒരു ഉപ്പ അങ്ങനെ ഓരോ ആളൊക്കെ കൂട്ടത്തിലുള്ളൂ. അവരുടെയൊക്കെ എല്ലാവരും ഈ സാമ്പത്തിക ബാധ്യത വെച്ചാൽ കുറേ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ബാക്കിയുള്ള ഈ പഠിപ്പും അല്ലാണ്ടായി കഴിഞ്ഞാൽ വീടുണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ഒറ്റയ്ക്ക് അടയ്ക്കുക എന്ന് പറയുന്നത് ഭീമമായിട്ടുള്ള തുകയാണ്. 15-20 ലക്ഷം രൂപയൊക്കെ ഇതേപോലെ എല്ലാവരും ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് നടന്ന് കഴിഞ്ഞ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ലോണിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബാങ്കിൽ നിന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായത്. അപ്പം ഞങ്ങൾ കുറച്ച് പേര്, ഒരു 6-7 പേര് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. പിന്നെ റിസർവ് ബാങ്ക്, അങ്ങനെ മന്ത്രിമാരെ, അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാ വിഭാഗത്തിലും ഞങ്ങൾ പോയി അവരൊക്കെ കണ്ട് അപേക്ഷയായിട്ടും പരാതിയായിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു.